തലസ്ഥാന നഗരി മാലിന്യത്തിൽ മുങ്ങി കാണാതായ ജോയി എന്ന ശുചീകരണ തൊഴിലാളിയുടെ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു പകലും രാത്രിയും പിന്നിട്ടിരിക്കുന്നു. ആമീഴഞ്ചാട്ടൂരിലെ മാലിന്യം നീക്കുന്നതിനിടയിൽ ഇന്നലെ രാവിലെ 11 മണിക്കാണ് ശുചീകരണ തൊഴിലാളി ജോയിയെ പെട്ടെന്നുണ്ടായി ഒഴുക്കിൽ കാണാതായത്. രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നിട്ടും അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്തുവാൻ കഴിയിട്ടില്ല. മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ആരാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം? എല്ലാവർക്കും ചർച്ചാവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത് CPKയുടെ പ്രതിനിധി ശ്രീമതി ബിന്ദു രമേശ്, BJD പ്രതിനിധി ശ്രീ PC വർഗീസ്, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് കുരുവിള, നഗരസഭാ ശുചീകരണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീ രാഘവൻ എന്നിവർ. ശ്രീമതി ബിന്ദു, ഈ ജോയി എന്ന തൊഴിലാളിക്ക് സംഭവിച്ച ദാരുണമായ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജോയി ഒരു യഥാർത്ഥ സഖാവായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത് പോലെ അദ്ദേഹവും മറ്റുള്ളവർക്ക് വളരെയധികം നന്മ പ്രവൃത്തികൾ ചെയ്തിരുന്നു. എന്ത് പറഞ്ഞാലും അവരുടെ പൊതിച്ചോറ് പറയുന്ന കേട്ടാൽ പോലും അതിനകത്ത് പ്രോട്ടീനും ഫൈബറും കുത്തി നടത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ പോലുള്ളവർ കഴിക്കുന്നുണ്ടാവും. സാധാരണക്കാർക്ക് കഞ്ഞി എങ്ങനെ കിട്ടുന്നതോട് സംശയമാണ്. ഇവിടെ ആദ്യം പാവങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുള്ളത് അന്വേഷിക്കുക. മിസ്റ്റർ PC, താങ്കൾ വിടാതിരിക്കണം. താങ്കളോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? താങ്കൾക്ക് അവസരം കിട്ടുമ്പോൾ താങ്കൾ വാ തുറന്നാൽ മതി. നിന്റെ തന്തനെ PC, ഇതൊരു പൊതുവേദിയല്ലേ? സഭ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കും. എന്റെ പ്രതിഭ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കൊച്ചിന്റെ ഡാണിയും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബന്ധവും സ്നേഹവും ഒക്കെ കാണിക്കാൻ പറയാൻ വരികയായിരുന്നു. വിദ്യാലയത്തിന്റെ പടി കാണാത്ത താങ്കളാണോ മിസ്റ്റർ എന്റെ അപ്പന്റെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞ് താള പഠിക്കുന്നത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് കേട്ടോ. ചുമ്മാ വർത്താനം പറയണം. സ്ത്രീകളോട് മാന്യമായി സംസാരിക്കുക. സ്ത്രീ അമ്മയാണ്. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. കേരളത്തിലെ എല്ലാ അപ്പന്മാരും അമ്മമാരുടെ ജിമിക്കിയും കമ്മലും മോഷ്ടിക്കുന്നവരുമല്ല. ശ്രീമതി ബിന്ദു, നമുക്ക് അമ്മമാരെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ സംസാരിക്കാം. ശ്രീ ജേക്കബ് കുരുവിള, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രദീപ്, എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെ ഇത്ര കിരാതമായ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നിരാധനന്മാരായ നേതാക്കന്മാരുടെയും സ്ഥിരം ഏർപ്പാടാണ്. ജേക്കബേ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. അല്ലാതെ ചുമ്മാ കാടും മലയും കയറി പ്രഭാഷണം നടത്താനല്ല ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. PC, അല്ല പിന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ ചുമ്മാ കാണാൻ പറയുന്നു. PC, താങ്കൾക്ക് അവസരം തരൂ. ജേക്കബ്, താങ്കൾ തുടരൂ. പ്രദീപ്, ഞാൻ പറഞ്ഞു വന്നത് അല്ല, ചോദ്യം എന്തായിരുന്നു? ഇതാണ് പൊളിറ്റിക്കൽ തന്നെയായിരുന്നു. PC, ഓ, ഞാനൊന്നും പറയുന്നില്ല. ജേക്കബ് തുടരൂ. ഈ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെ ഓർത്ത് വലിയ സങ്കടമുണ്ട്. നടക്കാൻ പാടില്ലാത്ത ഒന്നാണ് നടന്നിരിക്കുന്നത്. രാഷ്ട്രീയ അരാജകത്വം കൊടികുത്തി വാഴുന്നു എന്ന് പറയണം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥ വരാൻ കാരണം പ്രതിപക്ഷവും അവരുടെ ഗൂഢനീക്കങ്ങളുമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരി ജേക്കബ്, പതിവ് പോലെ ഒരു ബന്ധവുമില്ലാത്ത കാര്യം പറഞ്ഞതിന് നന്ദി. ശ്രീമതി ബിന്ദു, നഗരത്തിലെ മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്ന ഈ തോട്ടിലേക്ക് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ, ശ്രദ്ധിക്കണം, യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ 2 കരാർ തൊഴിലാളികളെ ഇറക്കിവിട്ടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയല്ലേ? അല്ല പ്രദീപ്, അല്ല. കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിഭാഗം വൃത്തിയാക്കണമെന്ന് വ്യക്തമായി അറിയിച്ചിരുന്നു. പക്ഷേ അതിന് റെയിൽവേ അനുമതി നൽകിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരിതം സംഭവിച്ചത്. എന്റെ ബിന്ദു, ഈ കഴിഞ്ഞ 10-12 വർഷത്തിനിടെ എത്ര കോടി രൂപയാണ് ഈ തോട് വൃത്തിയാക്കാൻ ചെലവാക്കിയത്? എന്നിട്ട് അതിനകത്തൊരു താമരയെങ്കിലും നട്ടോ? പോട്ടെ, ഒരു തവളക്കുഞ്ഞിനെങ്കിലും അതിനകത്ത് ഇട്ടോ? ശ്രീ രാഘവൻ, അങ്ങ് ജോയിയുടെ സഹപ്രവർത്തകരും ശുചീകരണ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റുമാണല്ലോ. അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറയുന്നത് കേൾക്കുകയായിരുന്നു. നിങ്ങൾക്കിതെല്ലാം പരസ്പരം പഴി തരാനുള്ള കളിയും തമാശകളുമാണ്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ഇത് ജീവിതമാണ്. വലിയ കൊട്ടാരം പണിയാനോ കോടികളുടെ കാർ വാങ്ങാനോ ഒന്നും അല്ല ഞങ്ങൾ ഈ പണിക്കിറങ്ങുന്നത്. അന്നത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. പട്ടിണിയില്ലാതെ
മക്കളെ വളർത്തുന്നതിനാണ്. ജനിച്ചു പോയില്ലേ സാറേ, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ? ശ്രീ രാഘവൻ, താങ്കളുടെ വിഷമം ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ സർക്കാർ ഈ കാണുന്ന തോടുകളെല്ലാം വൃത്തിയാക്കാൻ റോബോട്ടുകളെ ഇറക്കിയിരിക്കുന്നത്. ഞങ്ങളത് ചെയ്തു വരികയാണ്. എന്റെ സാർമാരെ, ഇന്നും ഈ സംസ്ഥാനത്തെ പല നഗരസഭകളിലും ഓടകളും മാൻകോടുകളും മാലിന്യം നിറഞ്ഞ തോടുകളും വൃത്തിയാക്കാൻ നിയോഗിക്കപ്പെട്ട ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. നിസ്സാര കൂലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ മലിനജലം കുടിച്ചും ശ്വസിച്ചും ജോലി ചെയ്യുന്നത്. ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് ഒരു ഇടം വേണ്ടേ? നമുക്ക് ഇവരിലേക്ക് തിരിച്ചു വരാം. ജോയിക്കുണ്ടായ ഈ അപകടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹരിത മനോഹര കേരളമെന്ന് കൊട്ടി ആഘോഷിക്കുകയും ആ കുളിരിൽ സ്വയം മുങ്ങിത്താഴുകയും ചെയ്യുന്നതിന്റെ അനന്തരഫലമാണ് ആമേഴഞ്ചൽ തോട്ടിലുണ്ടായ ദുരന്തം. ലോക ബാങ്കിന്റെയും ADB-യുടെയും സഹായത്തോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു നാടിന്റെ തലസ്ഥാനത്താണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് വേണ്ടത്. ദുരന്തമുണ്ടായപ്പോൾ പരസ്പരം പഴിചാരാനുള്ള ശ്രമമാണ് രണ്ടുകൂട്ടരും ചെയ്യുന്നത്. മനസാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ മലയാളിയോട് ആറ്റിൽ കളയുക എന്ന ശീലമാകണമെന്ന് കൂടിയാണ് ആമേഴഞ്ചൽ തോട് ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ മാലിന്യ കയറ്റിൽ അയാൾ ഒരു മിഠായി കടലാസ് പോലും ഇട്ടിരിക്കില്ല. എന്നാൽ ആ മാലിന്യം എറിഞ്ഞവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താനുമാവുന്നില്ല. ഇതിൽ നിങ്ങൾക്കും എനിക്കും പങ്കുണ്ട്. വെറും 1500 രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് അയാൾ അതിലിറങ്ങിയത്. തന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കുവാൻ, വീട്ടിലെ അടുപ്പ് കത്തിക്കുവാൻ. തന്റെ മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ ഒരമ്മ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. കാട്ടുതീ പോലെ മഹാവ്യാധികളും മാലിന്യ